പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നും നമ്മെ ഒരേ തരത്തിൽ ദണ്ഡിപ്പിക്കാനും ഒരേ തരത്തിൽ വേദന അനുഭവിക്കാനും നിരാശയിൽ കിടത്താനും അനുവദിക്കാത്ത ഒരു നല്ല കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. വിശുദ്ധ വേദപുസ്തക അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 23-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദൈവത്തിനു മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ദൈവത്തിന് ഇഷ്ടം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വളരെ സുപരിചിതമേറിയ ഒരു ചരിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നു, പഠിപ്പിക്കുന്നു. 12-ാം അധ്യായം 1-ാമത്തെ വേദഭാഗത്ത് നമുക്ക് വളരെ ഫെമിലിയറായി കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. 1-ാം വാക്യത്തിൽ ഹെരോദാവിൻ്റെ യശസ് ഉയർത്തത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുന്നവനു നേരെ, ദൈവസന്നിധിയിൽ മുൻപിൽ നിൽക്കുന്നവന് നേരെ, പത്രോസിന് നേരെ കൈ നീട്ടി പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടിയെന്ന് കാണുമ്പോൾ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കൈ നീട്ടിയ അതേ ഹെരോദാവ് പ്രാണനെ വിട്ടു എന്ന് വായിക്കുന്ന തരത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല, നമ്മുടെ ദൈവം പ്രതികരിക്കുന്ന ദൈവമല്ല, ആരുടെയും തകർച്ചയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്ന ദൈവമല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇടപെടുന്നൊരു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1-ാം വാക്യത്തിൽ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു സഭ, വളരെയേറെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കൂട്ടം, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി 12-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3-ാമത്തെ വേദഭാഗം വായിക്കുന്നത്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ ചിലത് പ്രസാദിപ്പിക്കാൻ വേണ്ടി, ചിലതിനെ ആനന്ദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്തോത്രം പത്രോസിനെയും കൂടെ പിടിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നപ്പോൾ ദൈവം ആ വിഷയത്തിൽ ഇടപെടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിലരെ നോക്കി ഞാൻ ദൈവാത്മാവിൽ കൈമാറുന്നു. വളരെയേറെ പ്രതിസന്ധികളിലൂടെ, ഒട്ടും മൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. എത്ര മൂവ് ചെയ്യാൻ നോക്കിയിട്ടും സാഹചര്യങ്ങൾ സ്റ്റക്കാക്കി നിർത്തുകയും സാഹചര്യങ്ങൾ ഒതുക്കിക്കളയുകയും ചെയ്യുന്ന ചില മേഖലകൾ ഒരു പക്ഷെങ്കിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. എത്ര അധ്വാനിച്ചിട്ടും നന്മകളൊന്നും പ്രാപിക്കാൻ കഴിയാതെ ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ, ഓട്ടസഞ്ചിയിലേക്ക് ഇടുന്നത് പോലെ സമ്പാദ്യങ്ങൾ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ആത്മീക ഭൗതിക മേഖലകളെ ശോഷണം കൊണ്ടെത്തിച്ച് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പറയുന്നു, ഇടപെടുന്നൊരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവവചനത്തിലൂടെ പറയുന്നു. ആ 12-ാം അധ്യായം 18-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്നൊരു കൂട്ടവും പ്രാർത്ഥിക്കുന്നൊരു സഭയും, ഒരു ഭാഗത്ത് നിയോഗമുള്ള, വാഗ്ദത്തമുള്ള ദൈവശബ്ദം കേട്ട പത്രോസ് കാരാഗ്രഹത്തിലും കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസ് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുമ്പോൾ മറു സൈഡിൽ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ എഴുന്നേൽക്കുന്നു. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാളിതുവരെ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന, നാളിതുവരെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന, മറുപടികളൊന്നും കണ്ടിട്ടില്ലായിരിക്കാം, ഒരു നന്മയും അനുഭവിച്ചിട്ടില്ലായിരിക്കാം, ഒരു വിടുതലും കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നാളിതുവരെ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മറുപടികൾ താങ്കളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ ദൈവസന്നദ്ധനാണ്. അവിടെ പടയാളികൾക്ക് പരിഭ്രമം പിടിച്ചു. എന്തുകൊണ്ട്? രാത്രിയിൽ അവരെ കാവലേൽപ്പിച്ചു. പത്രോസിനെ കാവലേൽപ്പിച്ചിട്ട് ഹെരോദാവ് പോയി, അല്ലെങ്കിൽ കാവൽ പടയാളികളെ ഏൽപ്പിച്ചിട്ട് ആ കാരാഗ്രഹത്തിലുള്ളവർ പോയി.
എന്നാൽ നേരം വെളുക്കുമ്പോൾ കാണുന്ന കാഴ്ച, പടയാളികൾ അറിയാതെ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ നിഗമനത്തിനും ശത്രുവിൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ ദാസനെ പുറത്തു കൊണ്ടുപോയൊരു കാഴ്ച. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പ്രിയമുള്ളവരെ, വല്ലാതെ എന്ത് ചെയ്യും, ഈ കുരുക്കിനകത്ത് ഞാൻ പെട്ടുപോയല്ലോ, ഈ വേദനയ്ക്കകത്ത് ഞാൻ പെട്ടുപോയല്ലോ, എന്ത് ചെയ്യും, എങ്ങനെ പുറത്തു പോകാൻ കഴിയും എന്ന് ആലോചിച്ച് വേദനപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, പടയാളികൾ അറിയാതെ ശത്രുവിന് പോലും പിടികിട്ടാതെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ചില വിടുതലുകൾ ചെയ്യാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ശക്തനാണ്. വിശ്വാസത്തോടെ എന്നോട് ചേർന്നൊരു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതരങ്ങൾ തുറന്നു പറ. ശത്രുവിന് പോലും അറിയാതെ പിശാചിന്റെ തന്ത്രങ്ങൾക്കകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സുദിനം വെളിപ്പെട്ട് വരാൻ തുടങ്ങുന്നു. അതേ ഡിസംബർ മാസത്തിന്റെ 2-ാം തീയതി ഞാൻ ആത്മാവിൽ പറയുന്നു, 2025 അവസാനിക്കുന്നതിന് മുമ്പേ നാം നമ്മളോട് തന്നെ നമ്മുടെ കുടുംബത്തെ നോക്കി, തലമുറയെ നോക്കി, ഭൗതിക ആത്മീക നന്മകളെ നോക്കി പറയണം, ഇന്നലെ വരെ എന്നെ ഒതുക്കി നിർത്തിയ, ഇന്നലെ വരെ എന്നെ ഒരു തുറങ്കലടച്ചതുപോലെ, പടയാളികളെ നിർത്തിയിട്ട്, പത്രോസിനെ തുറങ്കലിൽ അടച്ചിട്ട് പടയാളികളെ നിർത്തിയതുപോലെ എന്നെ ഒതുക്കി കളഞ്ഞ ചില മേഖലകൾക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരാൻ പോകുന്നു. അതുമാത്രമല്ല, 23-ാം വേദഭാഗം പറയുന്നത്, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ, അതേ ഹെരോദാവേ, നീ സഭയിൽ ചിലരെ പിടിക്കാൻ കരം നീട്ടി, ദൈവം അപ്പോഴേ ദൈവത്തിന്റെ ദാസന്മാരെ പുറത്തു കൊണ്ടുവരുവാനുള്ള പദ്ധതി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വായിക്കുന്നത്, ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ആരാണോ കൈ നീട്ടിയത്, ആരാണോ അഭിഷക്തനെ തൊടാൻ കരം നീട്ടി പദ്ധതികൾ ഒരുക്കിയത്, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതേ ഹെരോദാവിനെ അടിച്ചൊരു കാഴ്ചയും, ദൈവത്തിന്റെ ദാസന് വേണ്ടി കരം നീട്ടിയ ഹെരോദാവിന്റെ നേരെ ദൂതനെ കൊണ്ട് കരം നീട്ടിച്ച ഒരു ദൈവത്തിന്റെ കരം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമുക്കെതിരെ കരം നീട്ടിയവർക്കെതിരെ പ്രതികരിക്കാൻ പോകണ്ട, നമുക്കെതിരെ പറഞ്ഞവർക്കെതിരെ പ്രതികരിക്കാൻ പോകണ്ട. പത്രോസിന് നേരെ സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ കരം നീട്ടി, എന്നാൽ അതേ പടിയിൽ തന്നെ 23-ാം വാക്യത്തിൽ ദൂതൻ ഹെരോദാവിന് നേരെ കരം നീട്ടുകയാണ്. സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ ഹെരോദാവ് കരം നീട്ടി. ആദ്യത്തെ വാക്യത്തിൽ 23-ാം വാക്യത്തിൽ ദൂതൻ ഹെരോദാവിന് നേരെ കരം നീട്ടി. പ്രിയമുള്ളവരെ, നാം ആർക്കുമെതിരെ പ്രതികരിക്കേണ്ട, നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വാസ പോർക്കളത്തിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.